നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ജെഇ മെയിൻ 2026 നമുക്കറിയാം. രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 2 മുതൽ 9 വരെയാണ് ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത്. ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്കും അവരുടെ പേഴ്സൻറ്റേജ് സ്കോർ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കും പുതിയതായും ജെഇ മെയിൻ 2026 സെഷൻ 2 ഓൺലൈൻ എക്സാം എഴുതാനുള്ള അവസരവുമുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അവസാന തീയതി ഫെബ്രുവരി 25 ഇപ്പോൾ NTA വെബ്സൈറ്റിൽ jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ, ആപ്ലിക്കേഷൻ കറക്ഷൻ പർട്ടിക്കുലേഴ്സ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ രണ്ടാമത്തെ സെഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ജെഇ മെയിൻ 2026 രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 9 വരെ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് മാർച്ച് 20 വരികയും മാർച്ച് ലാസ്റ്റ് ഡേറ്റിൽ മാർച്ച് 30 or 31 ആയിരിക്കും അഡ്മിറ്റ് കാർഡുകൾ ജെഇ മെയിൻ്റെ വെബ്സൈറ്റിൽ വരികയും ചെയ്യുന്നത്. ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 25 വൈകുന്നേരം വരെ 9 മണി വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരം. അന്ന് രാത്രി വരെയാണ് ഇതിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ടുള്ള അവസരം. ആദ്യ സെഷന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ അവരുടെ പേപ്പർ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, എക്സാം സെൻറ്റർ എന്നിവ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്യണം. രണ്ടാമത്തെ സെഷൻ എക്സാം എഴുതണമെങ്കിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള വിൻഡോയും ഓപ്പണാണ്. ആദ്യ സെഷന് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി പോകരുത്. അവരുടെ എക്സാം പർട്ടിക്കുലേഴ്സ് മാത്രം കറക്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുക മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവരും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ എഴുതിയിട്ട് വീണ്ടും ഈ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരും എല്ലാം അവരുടെ പേയ്മെൻറ്റ് ഫെബ്രുവരി 25 കംപ്ലീറ്റ് ചെയ്യണം. ആപ്ലിക്കേഷനിൽ വേണ്ട ഭേദഗതികൾ, വേണ്ട കറക്ഷൻസ് വരുത്താനുള്ള അവസരം പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫെബ്രുവരി 27 28 നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമുക്ക് വേണ്ട ഓൺലൈനായിട്ട് നമ്മൾ ചെയ്തപ്പോൾ വന്ന ചെറിയ തെറ്റുകളും അതുപോലെ എക്സാമിനേഷൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടും കാറ്റഗറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള അവസരം 27 28 ഏതൊക്കെ ഡീറ്റെയിൽസ് ആർക്കൊക്കെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. സെഷൻ 1 ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്കറിയാം നവംബർ മാസത്തിലായിരുന്നു. അവർക്കും ചില കാര്യങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും. സെഷൻ 2 പുതിയതായിട്ട് അപ്ലൈ ചെയ്തവർക്കും കറക്ഷൻ വരുത്താനായിട്ട് ആവശ്യമുള്ള ഭേദഗതികൾ വരുത്താനായിട്ടുള്ള അവസരമുണ്ട്. അത് ഏതൊക്കെ മേഖലയിലാണ് തെറ്റുകൾ തിരുത്താനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ്, അതായത് ആദ്യത്തെ സെഷന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഇത് ഒക്ടോബർ 31 മുതൽ 27 നവംബർ വരെ ആദ്യ സെഷൻ അപ്ലൈ ചെയ്തവർക്കും വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി സെഷൻ 2 പുതിയതായിട്ട് അപ്ലൈ ചെയ്തവർക്കും മാറ്റങ്ങൾ വരുത്താം. ഏതൊക്കെയാണ്? കോഴ്സ് പേപ്പർ 1, അതുപോലെ തന്നെ പേപ്പർ 2A 2B, അങ്ങനെ 3 പേപ്പറുകൾ നമുക്ക് പരീക്ഷ എഴുതാനായിട്ടുണ്ട്. ഇതിലേത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫെബ്രുവരി 27 28 വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ടാമത്തെ സെഷൻ അപ്ലൈ ചെയ്തു, പക്ഷേ പേപ്പർ 1 മാത്രമേ വെച്ചിട്ടുള്ളെങ്കിൽ വേണമെങ്കിൽ ബി പ്ലാനിംഗ് ഒക്കെ ആഡ് ചെയ്യാനുള്ള അവസരം 2 കൂട്ടർക്കും ഉണ്ട്. അതുപോലെ തന്നെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷാണ്, ഹിന്ദിയാണ്, അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. സ്റ്റേറ്റ് കോഡ് എലിജിബിലിറ്റി, +1 +2 ഏത് സ്റ്റേറ്റ് പഠിച്ചു എന്നുള്ളത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള അവസരമുണ്ട്. എക്സാമിനേഷൻ സിറ്റീസ് ആസ് പെർ ദ അവൈലബിൾ ഓപ്ഷൻസ്, ആദ്യ സെഷൻ എക്സാം എഴുതിയവർക്കും അതുപോലെ തന്നെ രണ്ടാമതിന് പുതിയതായിട്ട് അപ്ലൈ ചെയ്തവർക്കും അവർ കൊടുത്ത അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ അവർ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ അതിനകത്ത് നിന്നുകൊണ്ട് എക്സാം സെൻറ്ററുകൾ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടെ നമുക്കറിയാം സെഷൻ 1 എഴുതിയ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദേശത്ത് എക്സാം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ സെഷൻ 1 വിദേശത്ത് എഴുതിയ വിദ്യാർത്ഥികൾക്ക് സെഷൻ 2 നാട്ടിൽ എഴുതിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ആദ്യം തന്നെ 2 അഡ്രസ്സും കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ എക്സാമിനേഷൻ സെൻറ്റർ എഡിറ്റ് ചെയ്യാം. പക്ഷേ ആദ്യത്തെ സെഷന് അഡ്രസ്സ് അങ്ങനെ 2 എണ്ണം കൊടുക്കാത്തവർക്ക് എക്സാമിനേഷൻ സെൻറ്റർ നാട്ടിലോട്ടോ അല്ലെങ്കിൽ വിദേശത്തോട്ടോ മാറ്റുവാനായിട്ട് ആവുകയുമില്ല. അതായത് ഒരു അഡ്രസ്സ് കേരളത്തിലും ഒരു അഡ്രസ്സ് വിദേശത്തും ഉണ്ടായിരുന്നെങ്കിൽ എക്സാമിനേഷൻ സിറ്റീസ് അവൈലബിൾ ഓപ്ഷൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവർക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ഓപ്ഷൻ അനുസരിച്ച് എക്സാമിനേഷൻ സിറ്റി ചേഞ്ച് ചെയ്യാനുള്ള അവസരം മാത്രമേ NTA നമുക്ക് നൽകുന്നുള്ളൂ. അതുപോലെ തന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ്, 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ്, ജെൻഡർ, കാറ്റഗറി,
പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, സെഷൻ 1 അപ്ലൈ ചെയ്ത സമയത്ത് OBC, NCL അല്ലെങ്കിൽ EWS അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തഹസീൽദാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടി. അങ്ങനെയുള്ളവർക്ക് കാറ്റഗറി എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെഷൻ 1 അപ്ലൈ ചെയ്തവർക്കും സെഷൻ 2 അപ്ലൈ ചെയ്തവർക്കും അവർക്ക് നിലവിൽ അവരുടെ ആപ്ലിക്കേഷനിൽ കാറ്റഗറി മാറ്റുവാനുള്ള അവസരമുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ്, ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ്, ആധാറോ പാസ്പോർട്ടോ പാൻ കാർഡോ ഏതാണോ അതനുസരിച്ച് വേണമെങ്കിൽ കറക്ഷൻ വരുത്താം. ഇതെല്ലാം ഒരു വൺ ടൈം വിൻഡോയാണ്. നമുക്ക് 27-ാം തീയതിയും 28-ാം തീയതിയും ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് വിൻഡോ ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ബന്ധപ്പെട്ട കറക്ഷൻസ് വരുത്താനായിട്ട് ആവുകയുള്ളൂ. അതുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ കറക്ഷൻ വേണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ലോഗിൻ വിൻഡോയിൽ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ സെഷൻ 1 അപ്ലൈ ചെയ്തവർക്കും സെഷൻ 2 അപ്ലൈ ചെയ്തവർക്കും ഇത്രയും ഡീറ്റെയിൽസ് ആണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ, സെഷൻ 2വിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് കൂടുതൽ ഫീൽഡുകളുടെ എഡിറ്റിംഗ് അനുവദിച്ചിട്ടുണ്ട്. സെഷൻ 2 ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 25 അപ്ലൈ ചെയ്തവർക്ക് മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ് ഓർ പ്രസൻറ്റ് അഡ്രസ്സ്, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൈവ് ഫോട്ടോ ഉൾപ്പെടെയുള്ളത് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ് ഓഫ് നെയിം ഓർ ഫാദേഴ്സ് നെയിം, കാൻഡിഡേറ്റ്സ് നെയിം, മദർ നെയിം ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സ്റ്റേറ്റ് കോഡ് എലിജിബിലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, സബ് കാറ്റഗറി, സിഗ്നേച്ചർ, പേപ്പർ 1, പേപ്പർ 2, അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റി, മീഡിയം ഓഫ് എക്സാമിനേഷൻ, ആധാർ ഡീറ്റെയിൽസ്, ഈ പർട്ടിക്കുലേഴ്സിൽ ഏത് വേണമെങ്കിലും സെഷൻ 2 അപ്ലൈ ചെയ്തവർക്ക് ഒരിക്കൽ കൂടി കറക്ഷൻ വരുത്താനായിട്ടുള്ള അനുവാദവും നൽകിയിട്ടുണ്ട്. JEE 2026 ആദ്യ സെഷൻ്റെ റിസൾട്ടുകളൊക്കെ ഫെബ്രുവരി 16 തീയതി നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അവർക്ക് അതനുസരിച്ചുള്ള പേഴ്സൻറ്റേജ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണ് ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 9 വരെയുള്ളത്. അതുപോലെ മെയ് 17 നടക്കുന്ന JEE അഡ്വാൻസ്ഡിൻ്റെ എക്സാമിന് ക്വാളിഫൈ ചെയ്യാനുള്ള കട്ട് ഓഫിനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും 2ാമത്തെ സെഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ സെഷൻ 1 എഴുതിയവരാണെങ്കിൽ അവരുടെ പഴയ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയും ഫെബ്രുവരി 25 ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് എടുക്കുകയും ചെയ്യുക. JEE സൈറ്റിൽ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തവർ ഫെബ്രുവരി 25 അവരുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഈ 2 സെഷനും അപ്ലൈ ചെയ്തവർക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫെബ്രുവരി 27 28 JEE വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അവർക്ക് അവസരം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ എക്സാമിനേഷൻ സിറ്റിയും അഡ്മിറ്റ് കാർഡുമായിട്ടുള്ള മറ്റുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ബിർലിൻ്റെ യൂട്യൂബ് ചാനലിൽ മാർച്ച് അവസാനത്തോടുകൂടി നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.